ുള്ള മണിയറയുടെ ഉള്ളിലേക്ക് കയറി ബെഡിൽ കയറി ഇരിക്കുന്നു അഭിഹിതമായി അനധികൃതമായി. എന്ത് തമാശയാണ് ഇതൊക്കെ! അംഗീകരിക്കാൻ പറ്റിയ തമാശയാണോ? അത് പോരാ, ഇരുന്നതും പോരാ. ചിലപ്പോൾ മണിയറ കാണാൻ വരാറുണ്ട് സ്നേഹിതന്മാർ. തിരക്കേടില്ല, വേഗം മണിയറ കണ്ടുപോകുന്നതിന് വിരോധമൊന്നുമില്ല. അവിടെ ഇരുന്ന് കൊട്ടും പാട്ടുമായി വേണ്ടാത്ത പാട്ടുകൾ ഉതിർക്കുന്നു, അശ്ലീലം പറയുന്നു, നേരം വെല്ലുന്നവരെ സമയം കഴിക്കുന്നു, വീട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നു. ഇത് പാടില്ലാത്ത കാര്യമാണ്. വേണ്ടാത്തരങ്ങൾ അത് ഒരിക്കൽ തന്നെ പ്രോത്സാഹിപ്പിക്കാവതല്ല. അതുപോലെ പെണ്ണ് കാണുമ്പോഴും പിന്നെ വീട് കൂടുമ്പോഴും വരൻ ആദ്യമായിട്ട് അകത്തേക്ക് വരുമ്പോഴും ആണും പെണ്ണും എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കുക അല്ലേ? ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കൽ സുന്നത്താണോ? സുന്നത്താ? ഇരിക്കട്ടെ, ഫോട്ടോ എടുക്കുന്നത് ആണും പെണ്ണും, അന്യ ആണും പെണ്ണെല്ലാം കൂടി ഇടകലർന്ന് എന്ന് ഇവൻ്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇവൻ്റെ ഭാര്യ എല്ലാവരും കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നല്ലേ പത്രത്തിൽ കൊടുത്ത് കാശ് ചിലവാക്കിയിട്ട് ഇവൻ്റെ ഭാര്യൻ്റെ മുഖം എല്ലാവരും ഒന്ന് കാണിക്കാം. നല്ലൊരു സാധനം ലോകത്തുള്ളവർ കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലേ പത്രത്തിൽ കൊടുക്കുന്നു. പോട്ടെ, അതും നമുക്ക് സഹിക്കാം. ഇപ്പോൾ ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫോൺ നമ്പറും കൊടുക്കാം. ഫോൺ നമ്പർ കൊടുത്തതിൻ്റെ കെടുതി വായിച്ചില്ലേ പത്രത്തിൽ കുറച്ച് മുമ്പ്? എന്താ മറ്റൊരു നമ്മുടെ തൊട്ടടുത്തൊരു ജില്ലയിൽ നടന്ന സംഭവം. വിവാഹ പരസ്യത്തിൽ വധൂവരന്മാരുടെ ഫോട്ടോ കൊടുത്തു, പേര് കൊടുത്തു, ഫോൺ നമ്പറും കൊടുത്തു, വധുവിൻ്റെ ഫോൺ നമ്പറും കൊടുത്തു. നല്ലൊരു ബിരുദൻ ഇത് ഉപയോഗപ്പെടുത്തി ഫോൺ നമ്പർ കണ്ട് കുറിച്ചെടുത്ത് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങി. വിളിച്ച് അവനും അവളുമായി അടുത്ത്. അപ്പോൾ പിന്നെ പുരിയാമ്പളേക്കാൾ സ്നേഹം അവനോടായി. ഫോൺ വരൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ അവർ ചോർത്തി, സംശയിച്ച് ഫോൺ ചോർത്തി. നോക്കുമ്പോൾ ഇനിനാ വിളിക്കുന്നതെന്ന് അവർ പെണ്ണിനെ കൊണ്ടുപോയി വീട്ടിലാക്കി കൊടുത്തു. പെണ്ണിൻ്റെ പിതാവ് കേസ് കൊടുത്തു. അന്വേഷണമായി. ഫോൺ ചെയ്ത ആളെ പിടിച്ചു, പോലീസ് പിടിച്ചു നോക്കുമ്പോൾ എന്താ സംഭവം? എവിടുന്ന ഫോൺ നമ്പർ കിട്ടിയത്? ഫോൺ നമ്പർ കൊടുത്തത് ആരാ? കൊടുത്തത് ഇവൻ്റെ ഉയ്യാപ്പള തന്നെ കൊടുത്തതാ. ഫോൺ നമ്പർ പത്രത്തിൽ കൊടുത്തതാ അല്ലേ? ഈ ജാതി വേണ്ടാത്ത വേലകൾ മുഴുവനും വരുത്തി വെക്കുകയാണ് അല്ലേ? പിന്നെ പുതിയാപ്പിള വരുന്ന വഴിക്ക് എല്ലാ വിധത്തിലുള്ള വേണ്ടാത്തരങ്ങളും ആടിപ്പാടി വരുന്നതിന് പുറമെ ഇപ്പോൾ വേറെ ചില സ്ഥലങ്ങളിലേക്ക് ഒരു വഴിയുണ്ട്. ഒരിടത്തിപ്പം ഒരു പുതിയാപ്പിള പോയി. എന്താന്ന് പറഞ്ഞാൽ പുതിയാപ്പിളനെ പിടിച്ച് JCBയുടെ മുമ്പിലെ മണ്ണ് കോരുന്ന സാധനം ഉണ്ടല്ലോ, അതിന് മുളോടി ഇരുത്തി പുതിയാപ്പിള പോവുക. JCB കൊണ്ടുപോയിട്ട് ഭാര്യ വിട്ട് കൊണ്ടുപോയിട്ട് രണ്ട് വെച്ചാണ്ട് കൊടുത്തു. JCB കൊണ്ടുപോയിട്ട് പുതിയാപ്പിള പോയതാണ്. ഇതിടെ ഒരു വാർത്ത കേട്ടു. ഒരു കല്യാണപ്പരയിൽ നിക്കാഹ് നടക്കാൻ വേണ്ടി പോവാണ്. പുതിയാപ്പിളെ കാണാനില്ല. പുതിയാപ്പിളിനെ കാണാതെ ആകെ ബേജാറിലായി. കാദിയർ വന്നിരിക്കുന്നു, കാരണവന്മാർ വന്നിരിക്കുന്നു, എല്ലാവരും വന്നിരിക്കുക. അപ്പോൾ ഒരു അജ്ഞാത ഫോണ് പുതിയാപ്പിളിനെ ഞങ്ങൾ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, 10,000 റുപ്യ എന്നാൽ മോചിപ്പിക്കുന്നത്. പുതിയാപ്പിളിനെ ഞങ്ങൾ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, 10,000 രൂപ എന്നാൽ മോചിപ്പിക്കും. ഇതൊക്കെയാണ് ഇപ്പം വിനോദം എന്ന് പറയുന്നത്. വിനോദം എന്ന് പറയുന്നത് ഇതാണ്. പോരുന്ന വഴിക്ക് എന്താന്ന് പറഞ്ഞാൽ പുതിയാപ്പിളിനെ കൊണ്ട് വരുമ്പം സ്നേഹിതന്മാർ കയറി കാണുന്നവരോടൊക്കെ ഇവൻ ആരാണെന്നറിയോ? ഇവൻ എന്ത് ഹെംക്കാന്നറിയോ? ഇവൻ അങ്ങനത്തവൻ ഇങ്ങനത്തവൻ. പുതിയാപ്പിളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് കാണുന്നവരോടും അറിയുന്നവരോടും അറിയാത്തവരോടും ചില ആളുകൾ വരുന്ന വഴിയിൽ എന്താ പറഞ്ഞാൽ ഷോപ്പിലൊക്കെ കയറുക. ആ ഷോപ്പിലേക്ക് പറഞ്ഞ് കയറുക, ഈ ഷോപ്പിലേക്ക് പറഞ്ഞ് ഈ പോകുന്ന ഹെംക്കാരെന്നറിയോ? ഇവൻ പുതിയാപ്പിള പോവാം എന്നൊക്കെ പറഞ്ഞ് തമാശയാക്കിയിട്ട് വഴിമധ്യത്തിൽ മുഴുവൻ ബഹളം സൃഷ്ടിച്ച് വേണ്ടാത്ത തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുതിയാപ്പിളിനെ ആനയിച്ചു കൊണ്ടുവരുന്നു. കാട്ടറബികളായ മദ്യപാനികളെ പോലും നാണിപ്പിക്കുന്ന നാണം കെട്ട ഏർപ്പാട് എന്നല്ലാതെ എന്താ ഇതിനെക്കുറിച്ചൊക്കെ പറയുക അല്ലേ? അറപ്രവേശത്തിൽ ആണും പെണ്ണും കൂടി ഇഴുകിച്ചേരാൻ പാടില്ല. പെണ്ണുങ്ങൾ മാറി നിൽക്കണം. അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി പിന്നെ ഒന്ന് ചേർന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. പിന്നെ ചായ പൈസ എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട് ചില നാട്ടിലേക്ക്. ഇവിടെ അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചായ പൈസൻ്റെ ഏർപ്പാടുണ്ട്. പെണ്ണുങ്ങളെല്ലാം കൂടി പുതിയാപ്പിളിനെ രാവിലെ തന്നെ പിടിച്ചു വെക്കുക. മധുവിധു കഴിഞ്ഞ പിറ്റന്നാൾ രാവിലെ പുതിയാപ്പിള റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കുടുങ്ങി. പുതിയാപ്പിളിനെ പിടിച്ചു വെക്കുക, ചായ പൈസ തരണമെന്ന് പറഞ്ഞു.
നല്ല കൈക്ക് ബലമുള്ള പുതിയാപ്പിളയാണെങ്കിൽ ചായ അല്ല കിട്ടുക. ഏതെങ്കിലും ആവട്ടെ സന്തോഷപ്പെട്ട് വല്ലതുമൊക്കെ വീട്ടുകാർക്കൊക്കെ കൊടുക്കുന്നത് വാങ്ങാം. ഇത് മാനസിക പീഡനം വരുത്തി വാങ്ങുന്നത് നല്ല കാര്യമല്ല. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. വേണ്ടാത്ത ആചാരങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. സന്തോഷപൂർവ്വം വല്ലതും കൊടുത്തത് വാങ്ങാൻ ചോദിക്കുന്നത് അത് മാന്യതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല. തമാശയിലാകട്ടെ കാര്യത്തിലാകട്ടെ നമ്മുടെ വീട്ടിൽ വന്ന പുതിയാപ്പിളനോട് അങ്ങനെ ചോദിച്ചു വാങ്ങുന്നത് മാന്യക്ക് നിരക്കുന്നില്ല. അങ്ങനെ ചോദിച്ചു വാങ്ങി നമ്മൾ സദ്യ ഉണ്ടാക്കി ചങ്ങാതിച്ചിമാരൊക്കെ വരുത്തി അത് തിന്നുന്നതിൽ എന്തൊരു മാന്യതയാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഞാനത് ഹറാമാണെന്നല്ല പറയുന്നത്. അതൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ചില വേണ്ടാത്ത ആചാരങ്ങളിൽപ്പെട്ടതാണ്. കല്യാണ ദിവസങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകിച്ച് ദമ്പതിമാർ നിസ്കാരം ഉപേക്ഷിക്കുന്ന പതിവ് ഇന്ന് സാർവത്രികമായി വരികയാണ്. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. മുമ്പത്തേതിലേറെ സൗകര്യങ്ങൾ ഇന്ന് നിസ്കരിക്കാനുണ്ട്. അതുകൊണ്ട് നിസ്കാരം കളാക്കരുത്. അതുപോലെ മറ്റൊരു കാര്യമാണ് ബുഫേ എന്ന് പറയുന്നത്. നമ്മുടെ സദ്യകളിൽ ഇന്ന് ഇപ്പോൾ പാശ്ചാത്യൻ പരിഷ്കാരത്തിൻ്റെ പേരിൽ ബുഫേ ഏർപ്പെടുത്തുന്നു. നമ്മുടെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയ ആളുകളെ അവർക്കെങ്ങനെ ആതിഥ്യം നൽകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ലൈഫ, അവനവൻ്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫ, അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നിട്ടുള്ള ആളുകൾ അത് മുസ്ലിമോ അമുസ്ലിമോ എന്ന് നോക്കാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, ആദ്യമായി മക്കയിൽ വരുന്നു, നബി തങ്ങളെ അന്വേഷിച്ചു കൊണ്ടുവരികയാണ്, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലിരിക്കാൻ സോഫയില്ല, ബെഡില്ല, ചെയറില്ല. അവിടുന്ന് ഈന്തപ്പന നാര് നിറച്ച ഒരു തലയണയാണുള്ളത്. അത് ഉറങ്ങാൻ നേരം തലയണയാക്കും, ഇരിക്കാൻ നേരം സീറ്റാക്കും. അങ്ങനെയുള്ള ഒരു ഉപധാനം മാത്രമാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറയിൽ നിലത്തിയിരിക്കുന്നു. തൻ്റെ അതിഥിയായ ക്രിസ്ത്യനായ അതിഥിന് ഇരിക്കാൻ ഈ സീറ്റ് കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങോരിയ്ക്കുക, ഞാൻ തറയിലിരിക്കാം. നബി തങ്ങൾ പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ എൻ്റെ അതിഥിയാണ്, നിങ്ങൾ അതിലിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യനായ വിദേശിയായ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, പിന്നീടാണ് റളിയല്ലാഹു അൻഹു ആയത്, അദ്ദേഹത്തെ ആ ശയ്യയിലിരുത്തുകയാണ് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫാ. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിഥിയെ ആദരിക്കട്ടെ. ക്ഷണിക്കാതെ വന്ന അതിഥിയോട് ഇത്ര വലിയ ബഹുമാനം കാണിച്ചത് അല്ലേ? ക്ഷണിച്ചിട്ട് വന്ന അതിഥിയാണെങ്കിലോ എത്രത്തോളം ബഹുമാനം കാണിക്കണം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. മാന്യന്മാരായ ആളുകളൊക്കെ ക്ഷണിച്ചു വരുത്തി, എന്നിട്ട് ആഹാരം വേണ്ടത് പോയി അവൻ എടുക്കുക, നിന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ, ഖിയാമം വയലാ ജുനൂബി എന്നറിഞ്ഞില്ലേ? അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ വല്ല ഭിക്ഷയാചിച്ചു വന്ന യാചകരെ പോലെ എച്ചിൽ തൊട്ടിയിൽ നിന്ന് പെറുക്കി തിന്നത് പോലെ തിന്നുന്ന പരിഷ്കാരം, ബുഫേ സംസ്കാരം മുസ്ലിംകൾക്ക് ചേർന്നതല്ല. മാന്യമായി ഇരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ നീ ആളുകളെ ക്ഷണിക്കുക, അല്ലെങ്കിൽ സദ്യ നടത്താൻ നിന്നോട് ആര് പറഞ്ഞു? എവിടെ നിന്ന് കിട്ടിയ പരിഷ്കാരമാണിത്? എവിടെ നിന്നാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ കിട്ടിയത്? അതുകൊണ്ട് നമുക്ക് ശരിയായ മാതൃക വിശ്വവിമോചകനായ മുഹമ്മദുർ